യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആരാധന, യേശുവേ മഹത്വം, സ്തുതി സ്തുതി, ഹല്ലേലൂയ. ദൈവമേ സ്വസ്ത്രം, ദൈവമേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ മഹത്വം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടത്തുന്ന പുരാതന സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ ദിവസവും നീ ഈ പ്രാർത്ഥന ചൊല്ലുക. വിശുദ്ധ ഗീവർഗീസിന്റെ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെ നൽകിയതിന് നന്ദി പറയുന്നു. അനുദിന ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും വിശുദ്ധന്റെ നിരന്തര സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. അനാഥരെയും ആലംബഹീനരെയും സംരക്ഷിച്ച ധീരയോദ്ധാവെ, ഞങ്ങളുടെ സഹായത്തിനെത്തണമേ. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടത്തുന്നവനും ദുഷ്ട താൽപര്യത്തോടെ ഞങ്ങളുടെ പടിവാതിക്കൽ പതിയിരിക്കുന്നവനും സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്ന് വിളിക്കപ്പെടുന്നവനുമായ ആ പുരാതന സർപ്പത്തിൻ്റെ ദേഷ്യത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവായുധ വിഭൂഷിതനും സർവശക്തനുമായ അങ്ങ് ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകണമേ. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ഗീവർഗീസിന്റെ സ്വർഗീയ മധ്യസ്ഥതയാൽ സാത്താനും അവന്റെ സൈന്യങ്ങളും നിർവീര്യമാകട്ടെ. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. കലഹങ്ങളും ഭിന്നതകളും ശമിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെടട്ടെ. പ്രകൃതിക്ഷോഭങ്ങളും അപകടങ്ങളും ഒഴിവാകട്ടെ. സാമ്പത്തിക തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ട സാന്നിധ്യങ്ങളിൽ നിന്നും സംരക്ഷിതരാകട്ടെ. സമാധാനത്തിലും സന്തോഷത്തിലും ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. 51 അധ്യായം. ദൈവമേ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യധീര്യത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, ഇന്നത്തെ ബൈബിൾ ഭാഗത്ത് നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാവങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കൂ എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും മനസ്സിൽ ചിന്തിക്കാം. നമ്മുടെ ഉള്ളിൽ വിചാരത്താലും ചിന്തയാലും ചെയ്ത പാവങ്ങൾ, ഈശോയെ, അതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടണമേ. അതിനായി ഈശോയെ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എനിക്കൊരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുവാനും എനിക്ക് നല്ലൊരു പശ്ചാത്താപം ഉണ്ടാകുവാനും സാധിക്കുകയുള്ളൂ. ഈശോയെ, അങ്ങയുടെ കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് പാപത്തിന് പരിഹാരമായല്ലോ. അതിനാൽ ഈശോയെ, അങ്ങ് തരുന്ന ആ കുരിശുമരണത്തിലൂടെ എൻ്റെ പാവങ്ങൾക്കും അങ്ങ് പരിഹാര ബലിയായി കുരിശിൽ ബലിയർപ്പിച്ചല്ലോ. എൻ്റെ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കാനുള്ള ഒരവസരം ഈശോയെ എനിക്ക് നീ തരണമേ. എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സിലുള്ള എല്ലാ പാവങ്ങളും സംസാരിച്ച് എന്നെ ഒരു വിശുദ്ധിയാക്കി വളർത്താൻ അല്ലെങ്കിൽ വിശുദ്ധനാക്കി മാറ്റാൻ ഈശോയെ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി അന്ന് എനിക്ക് വേണ്ടി കൃപ തരണമേ. അതിനുള്ള നല്ല കുമ്പസാരത്തിന് ഒരുങ്ങാൻ വേണ്ട അനുഗ്രഹം തരണമേ എന്ന് നമുക്കെല്ലാവർക്കും ഈശോയോട് പ്രാർത്ഥിക്കാം.